അങ്ങനെ നമ്മുടെ 2020 കൊറോണ കാലം ബക്കറ്റ് ചിക്കനൊക്കെ യൂട്യൂബിൽ ഹിറ്റായി നിൽക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വെച്ചാൽ ഞങ്ങളൊരു ചിക്കനൊക്കെ വാങ്ങിച്ച് വാഴയിൽ വെച്ച് കമ്പൊക്കെ കുത്തി ബക്കറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് സെറ്റ് ചെയ്തു. ഒറ്റയ്ക്കല്ല, കൂടെ നമ്മുടെ അജുബ്രോയൊക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ കരിയിലയും ഓലയും വിറകും ഒക്കെ നിരത്തി ബക്കറ്റ് മൊത്തത്തിൽ മൂടി നൈസായിട്ട് തീ കൊടുത്ത് കലവരോടെ ഞങ്ങൾ ആരംഭിച്ചു. ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്ത മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് ഒരു 3 മണിക്കൂറോളം ചിക്കൻ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. അങ്ങനെ ഒരു 2 മിനിറ്റ് തന്നെ തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തി തുടങ്ങി. നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത വിറക് മൊത്തം കത്തി തീർന്നപ്പോഴേക്കും നമ്മൾ രണ്ടാമത് വീണ്ടും വിറക് ഇട്ട് കൊടുത്തോണ്ടിരുന്നത്. ഒരു 2 തവണയെങ്കിലും വിറക് മാറ്റി കൊടുത്താൽ മാത്രമേ ചിക്കൻ നല്ല രീതിയിൽ കുക്കാവുകയുള്ളൂ. തീ കത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തം പ്രഹസനമായിരുന്നു. വെറുതെ ഒരു കമ്പൊക്കെ എടുത്ത് തീക്കുള്ളിലേക്ക് തട്ടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യലായിരുന്നു ഇതിൻ്റെ പ്രധാന പരിപാടി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബക്കറ്റിൻ്റെ കളറാകെ മാറി തുടങ്ങിയിരുന്നു. അങ്ങനെ അവസാനം ആയപ്പോഴേക്കും നമ്മുടെ ബക്കറ്റിൻ്റെ കളർ ആകെ മാറി നല്ലൊരു ഇരുണ്ട കരി പിടിച്ച കളറിലേക്ക് മാറി. അപ്പോഴേക്കും തീക്കനലെല്ലാം കെട്ടിരുന്നു. ബാക്കി കെടാനുള്ള കനലെല്ലാം ഞങ്ങൾ കുപ്പിക്കെടുത്തി. പിന്നെ ഒന്നും നോക്കിയില്ല. പഠിച്ചവനേ നിങ്ങൾ കാത്തോടീന്ന് വെച്ച് ബക്കറ്റ് നൈസായിട്ട് അങ്ങോട്ട് വെക്കി. സത്യം പറഞ്ഞുണ്ടല്ലോ, നല്ലൊരു അരോമയായിരുന്നു അപ്പോൾ കിട്ടിയത്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഷെവായിക്കെ കൊണ്ടുവരുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ, ആ ഒരു ഫ്രാഗ്രൻസ് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ ചിക്കൻ്റെ കുറേ ഫോട്ടോസ് തുരുതുര എടുത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മണ്ണിൽ നിന്ന് വലിച്ചൂരി ഒരു വാഴയില വെട്ടി നേരെ അതിലേക്ക് കൊണ്ട് തട്ടി. അടുത്ത കലാപരിപാടി ഫുഡടിയാണല്ലോ. വാഴയിലേക്ക് ചിക്കനൊക്കെ പൊളിച്ച് പീസാക്കിയിട്ട് സത്യം പറഞ്ഞാൽ മീറ്റൊക്കെ നല്ല കൺസിസ്റ്റൻ്റ് ആയിരുന്നു. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് ശരിക്കും വെൽ കുക്ക്ഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഗാർലിക് മയോണൈസ് ആയിരുന്നു. അല്ലെങ്കിലും ചുട്ട ചിക്കനും മയോണൈസും ഒരു 1.5 കോമ്പിനേഷൻ ആണല്ലോ. സത്യം പറഞ്ഞാൽ ചിക്കൻ കഴിച്ചത് മാത്രമല്ല, അത് ഉണ്ടാക്കാനെടുത്ത ആ ഒരു ഈവനിങ് ഉണ്ടല്ലോ, അതുകൂടി ആയപ്പോഴേക്കും മൊത്തത്തിലൊരു പൊളി വൈബ് തന്നെയായിരുന്നു.